കലോത്സവത്തിന് തുടക്കം കുറിക്കുന്നത് 13-ാം തീയതി രാവിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 10 മണിക്ക് അവിടെയുള്ള പ്രധാന വേദിയിൽ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ടാണ്. എന്നാൽ അത് 14-ാം തീയതി രാവിലെ 10 മണിക്ക് 14-ാം തീയതി രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുക. അന്ന് രാവിലെ പൂരത്തിൻ്റെ നാടാണ് തൃശ്ശൂർ എന്നുള്ളത് കൊണ്ട് പൂരത്തിൻ്റെ മേളത്തെ കുട്ടികൾക്ക് കേൾക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട് എന്ന് സംഘാടക സമിതിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി 64-ാമത് സ്കൂൾ കലോത്സവത്തിൻ്റെ ഭാഗമായി കുടമാറ്റത്തിൻ്റെ നാടായിട്ടുള്ള തൃശ്ശൂരിൽ 64 വർണ്ണ കുടകളോടുകൂടി കുട്ടികളെ സ്വീകരിക്കും. അതിൻ്റെ ഭാഗമായി പാണ്ടിമേളത്തോടെ എലഞ്ഞിത്തറ മേളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താളം പാണ്ടിയാണെന്നുള്ളത് കൊണ്ട് പാണ്ടിമേളത്തോടെ 100 കലാകാരന്മാർ വാദ്യകലാകാരന്മാർ പിന്നെ അണിചേരുന്ന 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വളരെ ശ്രദ്ധേയമായിട്ടുള്ള പാണ്ടിമേളമായിരിക്കും അരങ്ങേറുക. 9 മണിക്ക് തന്നെ പ്രധാന വേദിയായിട്ടുള്ള സൂര്യകാന്തിയുടെ പരിസരത്ത് എക്സിബിഷൻ സെൻറ്ററിൻ്റെ നമ്മൾ നടത്തുന്ന ഗ്രൗണ്ടിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ ഭാഗമായി തിരുവമ്പാട് പാർമേക്കാവ് മേളങ്ങളുടെ പ്രമാണിമാർ തന്നെ നേതൃത്വം നൽകുന്ന പൂരമായിരിക്കും കുട്ടികൾക്ക് കാണാനാവുക. അതൊരു പുതിയ അനുഭവമായിരിക്കും. പാറമേക്കാവിൻ്റെ മേള പ്രമാണിയായിട്ടുള്ള കിഴക്കൂട്ട് അനിയന്മാരും തിരുവമ്പാടി മേള പ്രമാണിയായിട്ടുള്ള ചെറുശ്ശേരി കുട്ടന്മാരും പ്രമാണിക്കുന്ന പാണ്ടിമേളാണ്. അതാണ് 2 കുട്ടന്മാരുടെയും അനിയന്മാരുടെയും 2 പ്രമാണിമാർ തന്നെ നേരിട്ട് നേതൃത്വം നൽകുന്ന പാണ്ടിമേളമാണ് അരങ്ങേറുക. കുഴലിൽ വെളപ്പായ നന്ദനും ബീക്കൻ ചണ്ടയിൽ പെരുവനം ഗോപാലകൃഷ്ണനും എലത്താളത്തിൽ ഏഷ്യാട് ശശിമാരാരും കൊമ്പുവാദ്യത്തിൽ മച്ചാട് മണികണ്ഠനും പങ്കെടുക്കുന്ന എല്ലാ കൊമ്പിൻ്റെയും വീക്കൻ ചണ്ടയുടെയും കുഴലിൻ്റെയും എലത്താളത്തിൻ്റെയും ഒക്കെ പ്രമാണിമാർ തന്നെ നേതൃത്വം നൽകുന്ന 100 കലാകാരന്മാർ പങ്കെടുക്കുന്ന ഒരു മേളത്തോടു കൂടിയായിരിക്കും നമ്മുടെ കലോത്സവം തുടക്കം കുറിക്കുക എന്നുള്ളത് തന്നെ തൃശ്ശൂരിൻ്റെ ഒരു സാംസ്കാരിക തലസ്ഥാനത്തേക്ക് നമ്മുടെ കുട്ടികൾ എത്തിച്ചേരാനുള്ള വലിയൊരു അനുഭവമായിരിക്കും. എലഞ്ഞിത്തറ മേളം എലഞ്ഞിത്തറയുടെ താഴെ നടക്കുന്നതുകൊണ്ട് അതിൻ്റെ പ്രത്യേകതയുണ്ട്. അതേ പാണ്ടിമേളം തന്നെ ഇവിടെ അവതരിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് താളം പിടിക്കാനും കേൾക്കാനും ഒക്കെ പറ്റുന്ന വിധത്തിലുള്ള വലിയ അനുഭവമായിരിക്കും. ആ വിധത്തിലുള്ള പരിപാടികൾക്ക് നേതൃത്വം നൽകുകയാണ് ജില്ലയിലെ മന്ത്രിമാരും ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും മേയറും MLA മാരും കേന്ദ്രമന്ത്രിയും എല്ലാം അവസാനത്തെ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവും പങ്കെടുക്കുന്നുണ്ട്. മോഹൻലാൽ എത്തിച്ചേരുന്നുണ്ട്. എല്ലാവരും ഒരു മനസ്സായിട്ട് നിന്നുകൊണ്ട് വളരെ ശ്രദ്ധേയമായ വിധത്തിൽ എല്ലാവരെയും സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി വരികയാണ്. ഇന്നും 12 മണിക്ക് അടുത്ത പരിപാടികൾ ആലോചിക്കാനുള്ള മീറ്റിംഗ് നടക്കുന്നുണ്ട്. വളരെ കൃത്യതയോടുകൂടി ആ കാര്യങ്ങൾ എല്ലാം നടക്കും. തൃശ്ശൂരിൽ ഇത്തവണ 13-ാം തീയതി മുതൽ ശ്രദ്ധേയമായിട്ടുള്ള അലങ്കാരവും നൈറ്റ് ഷോപ്പിങ്ങും ഉണ്ടായിരിക്കും എന്നതുകൂടി ഇത്തവണത്തെ സ്കൂൾ യുവജനോത്സവത്തിൻ്റെ പ്രത്യേകതയാണ്. 13-ാം തീയതി തന്നെ നമുക്ക് നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ചേംബർ ഓഫ് കൊമേഴ്സും വ്യാപാരി വ്യവസായികളും കൂടിച്ചേർന്നുകൊണ്ടുള്ള ഒരു കമ്മിറ്റി, ജില്ലാ സബ് കളക്ടർ കൺവീൻ ചെയ്യുന്ന ഒരു കമ്മിറ്റി, പിന്നെ പട്ടാഭിരാമൻ സ്വാമി ചെയർമാനായിട്ടുള്ള വ്യാപാരി വ്യവസായിയുടെ ഏകോപന സമിതിയുടെയും ഒക്കെ ഭാരവാഹികൾ വർക്കിംഗ് ചെയർമാനായിട്ടുള്ളൊരു കമ്മിറ്റി ആരംഭിച്ചിട്ടുണ്ട്. അത് നഗരം പൂർണ്ണമായിട്ടും അലങ്കരിക്കും. ബാക്കിയുള്ള സ്ഥലങ്ങൾ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിലും അലങ്കാര പരിപാടികൾ നടത്തും. നമ്മുടെ ആകാശവാദിയൊക്കെ അലങ്കരിക്കാനുള്ള പരിപാടികൾ ആലോചിച്ചിട്ടുണ്ട് കോർപ്പറേഷൻ. അതെല്ലാം നഗരത്തിലെ എല്ലാ കടകളും എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും 13-ാം തീയതി കൂടി ഇലൂമിനേഷൻ വരും. മാത്രമല്ല 10 മണിവരെ കടകൾ തുറന്നിരിക്കണം എന്ന വിധത്തിലൊരു നൈറ്റ് ഷോപ്പിങ്ങിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി രാത്രി 10 മണി വരെ തൃശ്ശൂരിൽ നിന്ന് ചെറുവഴികളിലേക്ക് ഉൾപ്പെടെ ബസ് സർവീസ് നടത്താൻ വേണ്ടി സബ് കളക്ടറുടെ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. RTO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുമായിട്ട് കൂടിയാലോചിച്ച് പ്രത്യേക സാങ്ഷൻ കൊടുത്തുകൊണ്ട് 10 മണിക്ക് ശേഷവും പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കും.